ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൻ. ഞാനിന്നിവിടെ ഒരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. എളുപ്പത്തിൽ കഴിയും, നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കപ്പ് ഇത്ര ആട്ടപ്പൊടി, ഒരു അര കപ്പ് പഞ്ചസാര പൊടിക്കുന്നൊന്നുമില്ല, പഞ്ചസാര പൊടിക്കാണ്ട് തന്നെ പൊടിക്കാതെ പഞ്ചസാര, ഒരു അര ഗ്ലാസ് പാം ഓയിൽ. ഏത് ഓയിൽ എടുത്താലും സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ, ഇത് പാം ഓയിലാണ്. ഒരു മുട്ട. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പാടുള്ള മുട്ടയായിരിക്കരുത്, കുറച്ച് റൂം ടെമ്പറേച്ചറിൽ മുട്ട എടുക്കുക. പിന്നെ ഇത് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ഒരു ചോക്ലേറ്റ് സിറപ്പായത്, ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ കൊക്കോ പൊടി കൊണ്ട് ആക്കാം. ഇതൊരു 3 സ്പൂൺ ചോക്ലേറ്റ്, 3 ടേബിൾ സ്പൂൺ അല്ല, സ്പൂൺ തന്നെ, ഇത്രയും വലുപ്പമുള്ള സ്പൂണിൽ 3 സ്പൂൺ. ഒരു അരക്കപ്പ് പാല്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നത്. ഇതുപോലെ വരണം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര സ്പൂൺ ബേക്കിംഗ് പൗഡർ അല്ല, അപ്പക്കാരം എന്ന് പറയും, ബേക്കിംഗ് സോഡ എന്ന് പറയും, ബേക്കിംഗ് പൗഡർ അല്ല. ഇത് 2 പിഞ്ച് സോഡ, അപ്പക്കാരം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. മെല്ലനെ, അധികം ഫാസ്റ്റ് ആക്കേണ്ടില്ല, മെല്ലനെ. കൂടുതലായിട്ട് ഫാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ കേക്ക് റെഡി ആവില്ല. എല്ലാ സ്ഥലത്തും എത്താൻ തരപ്പെട്ടിട്ട് ഇനി ഇത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്കിംഗ് ആവിക്ക് വെക്കുന്നത് ഞാൻ ഓവനിലൊന്നും ബേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഈ പാത്രത്തിൽ നല്ലോണം വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും നന്നായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലോണം ഗ്രീസ് ചെയ്യുക. ഇതിൽ കുറച്ച് ആട്ടപ്പൊടി വിതറിയിട്ടൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കുക. അടി കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് എല്ലാ അടി ആക്കിക്കഴിഞ്ഞ് ഈ ബാറ്റർ നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് വെക്കുക. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇത് അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് നല്ലോണം പ്രീ ഹീറ്റ് ചെയ്യുക. അതിലൊരു റിങ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് കേക്കിൻ്റെ മോൾഡ് ഇതിൽ വെക്കുക. അത് നന്നായിട്ട് ടൈറ്റായിട്ട് മൂടി ഒരു 10-25 മിനിറ്റ് വരെ ഇതിങ്ങനെ സിമ്മിൽ വെച്ചിട്ട് ആണ്. ഇടയ്ക്കൊന്ന് പൊന്തിച്ച് നോക്കിയിട്ട്
ടൂത്ത് പിക്ക് കൊണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആയനോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. 25 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. ഇത് ആയിക്കട്ടെ. 20 മിനിറ്റ് കഴിഞ്ഞാലേ തുറന്ന് നോക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 3/4 മണിക്കൂർ ഞാൻ സിമ്മിൽ വെച്ചതാണ്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ വെടിയിപ്പിച്ചിട്ട് ഒന്ന് തണിയാൻ വെക്കണം. ആറണം. ആറിക്കഴിഞ്ഞാലേ ഇത് വെട്ട് കിട്ടും. ടിന്നിൽ നിന്ന് വെട്ട് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് സമയം അവിടെ വെക്കട്ടെ. ഇതിപ്പോൾ 2 ലെയറാക്കിയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടും. മധുരം പോരെങ്കിലും അത് മധുരം ഉണ്ടാവും. ഇത് ഷുഗർ സിറപ്പാണ്. ഇതിപ്പോൾ 2 സൈഡിലും കുറേശ്ശെ ആക്കി കൊടുക്കുക. നന്നായിട്ട് നനച്ച് കൊടുക്കുക. നനച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് കിട്ടും, ടേസ്റ്റും ഉണ്ടാവും. വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലും ഉള്ളിലൊക്കെ ആക്കാം. പക്ഷെ ഞാനത് വിപ്പിംഗ് ക്രീമിൻ്റെ മെനക്കെട്ടിട്ടില്ല. ഇപ്പം സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. നല്ല ടേസ്റ്റിയാണെന്ന് എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിലാകുന്നതാണ്. അത് ചെറിയ സാധനങ്ങളെ വേണ്ടും. വലിയ വിഷമമൊന്നും ഇല്ലാണ്ട് വീട്ടിലുണ്ടാകുന്ന ഗോതമ്പപ്പൊടി മുട്ടയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ വേഗത്തിലാകാൻ പറ്റും. ഇതിപ്പോൾ റെഡിയായിട്ട് നല്ലോണം ഷുഗർ സിറപ്പ് നന്നായിട്ട് നനച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സോഫ്റ്റായിട്ട് നല്ലോണം വായിൽ വെക്കുമ്പോൾ അലിഞ്ഞ് പോകും. ഇതിപ്പോൾ റെഡിയായി. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഷുഗർ സിറപ്പ് ഇട്ടുകൊണ്ട് സോഫ്റ്റായിട്ടുണ്ടാവും. ക്രീം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുമായിരുന്നു. 2 ലെയറും കൂടി ഒട്ടിച്ചാൽ ഇതിപ്പോൾ 2 ലെയർ ഇങ്ങോട്ട് വരും. ഇതാ ഇങ്ങനെ സോഫ്റ്റായിട്ടുണ്ടാവും. പൊട്ടിയുണ്ടാകുന്ന കയ്യിൽ പിടിക്കാൻ ഒരു വിഷമം. ലെയർ മുറിക്കുമ്പോൾ അത് പൊട്ടിപ്പോയി. ഈസി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വേഗത്തിൽ കേക്ക് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റിൽ ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ വേഗം എളുപ്പം കഴിയുന്ന ഒരു പണിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഒന്ന് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക.